ചില യാത്രകൾ വലിയ പ്ലാനിങ്ങോടെ പോകുന്നതല്ല. പെട്ടെന്നൊരു ദിവസം എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്ന് തോന്നുമ്പോൾ തുടങ്ങുന്ന യാത്രകളാണ് പലപ്പോഴും മനസ്സിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ യാത്രയായിരുന്നു ഞങ്ങളുടേത്. തിരുവനന്തപുരം വവ്വാമൂല ലേക്കിലേക്ക്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് കുറച്ചു മാറി പ്രകൃതിയോട് ചേർന്ന് കുറച്ചു സമയം ചെലവഴിക്കാനായിരുന്നു ഞങ്ങളുടെ യാത്ര. ഇവിടെ എത്തിയപ്പോൾ ആദ്യം ശ്രദ്ധിച്ചത് ചുറ്റുമുള്ള പച്ചപ്പും ശാന്തമായി കിടക്കുന്ന ഈ തടാകത്തിന്റെ ഭംഗിയുമാണ്. കാറ്റിന്റെ തണുപ്പും വെള്ളത്തിന്റെ ശാന്തതയും ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗിയും എല്ലാം കൂടി ചേർന്നപ്പോൾ കുറച്ചു നേരത്തെങ്കിലും നഗരത്തിന്റെ തിരക്കുകളും ദൈനംദിന ജീവിതത്തിൽ ടെൻഷനുകളുമൊക്കെ മറക്കാൻ കഴിഞ്ഞു. യാത്രയിൽ സ്ഥലങ്ങൾ മാത്രം പ്രധാനമല്ലല്ലോ, നമ്മുടെ കൂടെയുള്ള ആളുകൾ, ഒരുമിച്ചുള്ള സംസാരങ്ങൾ, ചിരികൾ, തമാശകൾ, അതാണ് ഓരോ യാത്രയെയും മനോഹരമാക്കി മാറ്റുന്നത്. ക്യാമറയിൽ കുറെ കാഴ്ചകൾ പകർത്തി, കുറെ നിമിഷങ്ങൾ മനസ്സിലും സൂക്ഷിച്ചു. വലിയൊരു യാത്രയൊന്നുമില്ലായിരുന്നു ഇത്. പക്ഷേ മനസ്സിന് സന്തോഷം നൽകാൻ വലിയ യാത്രകൾ തന്നെ വേണമെന്നില്ലെന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കി. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഒന്ന് സമയം കണ്ടെത്തി തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രം മതി. വവ്വാമൂല ലേക്കിലെ മറ്റൊരു പ്രത്യേകത ഇവിടെ എത്തുന്ന ആളുകളാണ്. ഫാമിലിയും ഫ്രണ്ട്സുമായും ഒരുപാട് പേർ ഇവിടെ സമയം ചെലവഴിക്കാൻ എത്തുന്നുണ്ട്. ചിലർ വെറുതെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുമ്പോൾ മറ്റു ചിലർ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചും തമാശ പറഞ്ഞും സമയം ചെലവഴിക്കുന്നു. പിന്നെ ഏറ്റവും രസകരമായ കാഴ്ച കുടുംബമായും കൂട്ടുകാരുമായി ഇവിടെ ചൂണ്ടയിടാൻ വരുന്നവരെയും കാണാം. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം മാറി നിന്ന് കുടുംബത്തിൻ്റെയും കൂട്ടുകാർക്കുമൊപ്പം ശാന്തമായി ഇരിക്കാനും സംസാരിക്കാനും ഇതുപോലൊരിടം കിട്ടുന്നത് തന്നെ ഒരു സന്തോഷമാണ്. വലിയ ആഘോഷങ്ങളൊന്നും വേണ്ട, നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് നല്ല സമയം. അതാണ് ഇത്തരം യാത്രകളുടെ യഥാർത്ഥ സന്തോഷം. വവ്വാമൂല ലേക്കിലെ കാഴ്ചകൾക്കിടയിൽ അപ്രതീക്ഷിതമായി കണ്ടൊരു ചെറിയ മിഠായിക്കട. ആ കാഴ്ച കണ്ടപ്പോൾ അറിയാതെ തന്നെ മനസ്സ് തിരികെ പോയത് നമ്മുടെ 90കളിലേക്കാണ്. ചില്ലിക്കുപ്പുകളിൽ നിറച്ചു വെച്ച മിഠായികളും പഴയകാല കടകളുടെ ആ ഭംഗിയും സ്കൂൾ വിട്ട് കയ്യിൽ കിട്ടുന്ന നാണയവുമായി മിഠായി വാങ്ങാൻ ഓടിയിരുന്ന ആ ബാല്യകാലം ഒന്ന് ഓർമ്മ വന്നു. ഇതാണ് ഞങ്ങളുടെ വവ്വാമൂല ലേക്ക് യാത്ര. കുറച്ച് കാഴ്ചകൾ, കുറച്ച് ചിരികൾ, ഒരുപാട് നല്ല ഓർമ്മകൾ. ഇനിയും ഒരുപാട് യാത്രകൾ ബാക്കിയുണ്ട്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അതുവരെ യാത്രകൾ തുടരട്ടെ.